നമസ്കാരം. പുരാതന അയർലൻഡിന്റെ കഥ പറയുന്ന ഈ അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐറിഷ് ഇതിഹാസങ്ങളിലെ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ലെബോർ ഗബാലെ ഏറൻ അഥവാ ബുക്ക് ഓഫ് ഇൻവേഷൻസ് എന്ന പുരാതന രേഖയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ ചരിത്രമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. അതികഠിനവും അമാനുഷികവുമായ ആ പുരാതന ഭൂമിയെ മെരുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവിടെയൊന്ന് ജീവൻ നിലനിർത്താൻ മനുഷ്യർ തലമുറകളായി നടത്തിയ വമ്പൻ പോരാട്ടങ്ങളുടെ കഥയാണിത്. പ്രകൃതിയുടെ സംഹാരങ്ങൾക്കും രാക്ഷസന്മാർക്കും ഇടയിലൂടെ മനുഷ്യർ നടത്തിയ ഈ അതിജീവന കഥ നിങ്ങളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തും, ഉറപ്പാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ യാത്രയിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. പുരാതന അയർലൻഡിലെ ഭയപ്പെടുത്തുന്ന രാക്ഷസന്മാർ, കെസ്സർ നടത്തിയ പരാജയപ്പെട്ട ആദ്യത്തെ ശ്രമം, പാർത്തലോൺ കെട്ടിപ്പടുത്ത ആദ്യകാല സംസ്കാരം, നെമ്മഡിന്റെ അതിജീവന പോരാട്ടം, ഫിർബോൾഗുകൾ അയർലൻഡ് സ്വന്തമാക്കുന്നത്, പിന്നൊടുവിൽ ദേവന്മാരുടെ വരവ്. ഈ ക്രമത്തിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നാമത്തെ ഭാഗം പുരാതന അയർലൻഡിലെ രാക്ഷസന്മാർ. മനുഷ്യരെ പരിചയപ്പെടുന്നതിനു മുമ്പ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ സമയത്ത് ആ ഭൂമി തന്നെ ഭയാനകമായൊരു വന്യപ്രകൃതിയായിരുന്നു. ഇതൊന്നു നോക്കൂ. കൊടുങ്കാറ്റുകൾ പാറക്കെട്ടുകളിലൂടെ ആഞ്ഞുവീശുന്നു. സമുദ്രം ജീവനുള്ള ഒരു കോപത്തോടെ ഇളകിമറിയുന്നു. എന്തൊരു വരികളാണല്ലേ! ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ദ്വീപിന്റെ വന്യത നമുക്ക് ഊഹിക്കാൻ പറ്റും. അവിടുത്തെ സമുദ്രം വെറുമൊരു വെള്ളം മാത്രമായിരുന്നില്ല, അതൊരു ഭീകരസത്വം അലറിയടിക്കുന്നതുപോലെയായിരുന്നു. യാഥാർത്ഥ്യവും മിത്തുകളും തമ്മിലുള്ള അതിർവരമ്പുകൾ എപ്പോഴും മാഞ്ഞുപോകുന്നൊരു കാലം. അവിടെ കാലുകുത്തുന്ന ഏതൊരാൾക്കും ഈ പ്രകൃതിയോട് നിരന്തരം പോരാടേണ്ടി വന്നു എന്നതാണ് സത്യം. അപ്പോൾ ഈ വന്യമായ പ്രകൃതിയെ നിയന്ത്രിച്ചിരുന്നതാരാണ്? അവരാണ് ഫോമോറിയൻസ്, കടലിൽ നിന്ന് വരുന്ന ഭീമന്മാർ. ഇവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു സാധാരണ സമൂഹമൊന്നുമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നുവരുന്ന പ്രവചനാതീതമായ കൊടുങ്കാറ്റുകളെപ്പോലെയായിരുന്നു അവർ. ഇവരുടെ നേതാവാണ് ബാളർ ഓഫ് ദി ഈവിളായി. ഈ പേരുപോലെ തന്നെ ഭയാനകനായൊരു സ്വേച്ഛാധിപതി. പുതിയതായി വരുന്ന കുടിയേറ്റക്കാർക്കെല്ലാം ഇവർ വലിയൊരു ഭീഷണിയായിരുന്നു. ഇവർ കൃഷി ചെയ്യുകയോ നഗരങ്ങൾ നിർമ്മിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പകരം അവിടെ വരുന്ന മനുഷ്യരിൽ നിന്നെല്ലാം ക്രൂരമായി കരം പിടിക്കും. അവരുടെ കുട്ടികളെയും പാലുമൊക്കെ നിർബന്ധപൂർവ്വം ഇവർ കവർന്നെടുത്തിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യർക്കെക്കാലത്തെയും വലിയൊരു പേടിസ്വപ്നമായിരുന്നു ഈ ഫോമോറിയൻസ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. കെസ്സറിന്റെ പരാജയപ്പെട്ട ആദ്യ ശ്രമം. ഈ ഭീകരമായ അവസ്ഥയിലേക്കാണ് കെസ്സർ എന്ന ധീരയായ സ്ത്രീയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ മനുഷ്യസംഘം എത്തുന്നത്. ഇതൊരു ദുരന്തമായി മാറാൻ വിധിക്കപ്പെട്ട യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ നശിപ്പിക്കാൻ വരുന്നൊരു മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ സംഖ്യ ശ്രദ്ധിച്ചോ? 53. അതെ, ആകെ 53 പേർ മാത്രമടങ്ങുന്ന ഒരു ചെറിയ സംഘം. ഒരൊറ്റ കപ്പലിൽ ഒട്ടും പരിചിതമല്ലാത്ത ആർത്തലയ്ക്കുന്ന സമുദ്രത്തിലൂടെ ഒരു പുതിയ തീരത്തേക്കവർ യാത്ര തിരിച്ചു. അവരുടെ ഗതികേടും അതിജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഈ ഒരൊറ്റ സംഖ്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം സഹിച്ച് ആ തീരത്തെത്തുമ്പോൾ അവർക്കാകെ ഉണ്ടായിരുന്നത് കുറച്ചു പ്രതീക്ഷകൾ മാത്രമായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അധികനാൾ നീണ്ടുനിന്നില്ല. മോശം കാലാവസ്ഥയും അപരിചിതമായ രോഗങ്ങളും ആ ചെറിയ സമൂഹത്തെ ഒന്നാകെ ഇല്ലാതാക്കി. ആകെ ബാക്കിയായത് കെസ്സറിന്റെ ഭർത്താവായ ഫിൻറ്റൻ മാക്ബോക്ര മാത്രമായിരുന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുള്ളി എന്താ ചെയ്തെന്നോ? മാന്ത്രികമായി ആദ്യം ഒരു സാൽമൺ മത്സ്യമായും പിന്നീടൊരു പ്രാപ്പിടിയനായും അവസാനം ഒരു കഴുകനായും രൂപം മാറി. വെറുതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല പുള്ളി ഇത് ചെയ്തത്. ഈ രൂപങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച അദ്ദേഹം പിന്നീട് വന്ന ഒരുപാട് സാമ്രാജ്യങ്ങളുടെ തകർച്ചകൾക്കും വളർച്ചകൾക്കും സാക്ഷിയായി. അങ്ങനെ അയർലൻഡിന്റെ ചരിത്രത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി അദ്ദേഹം മാറി. അടുത്തതായി മൂന്നാമത്തെ ഭാഗം. പാർത്തലോൺ ആദ്യകാല സംസ്കാരത്തിന് തുടക്കമിടുന്നു. കെസ്സറിന്റെ ആളുകൾക്കു ശേഷം അവിടെ ഉണ്ടായത് നൂറ്റാണ്ടുകൾ നീണ്ട വല്ലാത്തൊരു നിശബ്ദതയാണ്. അതിനുശേഷമാണ് ഒരുപാട് പ്രതീക്ഷകളുമായി പാർത്തലോൺ എന്ന നേതാവ് അവിടേക്ക് കടന്നുവരുന്നത്. പാർത്തലോണിന് അവിടെ വെറുതെ ജീവിച്ചു പോകാൻ മാത്രമായിരുന്നില്ല ആഗ്രഹം. ഈ വന്യമായ പ്രദേശത്തെ നല്ലൊരു സംസ്കാരമാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. രാപ്പകലില്ലാതെ അവർ വിയർപ്പൊഴുക്കി, കാടുകൾ വെട്ടിത്തെളിച്ചു, ആദ്യത്തെ കൃഷിയിടങ്ങൾ ഒരുക്കി, വീടുകളും മില്ലുകളും സ്ഥാപിച്ചു, മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. എന്തിന്? ആ ക്രൂരരായ ഫോമോറിയൻസിനെ പോലും അവർ ധീരമായി പൊരുതി തോൽപ്പിച്ചു. എല്ലാം ശരിയായി വരികയാണെന്ന് തോന്നിയ സമയത്താണ് വിധി വില്ലനായി വന്നത്. ഒറ്റയാഴ്ച കൊണ്ട് പടർന്നുപിടിച്ച അതിമാരകമായൊരു പകർച്ചവ്യാധി ആ സമൂഹത്തെ അപ്പാടെ ഇല്ലാതാക്കി. ഒന്നാലോചിച്ചു നോക്കൂ, 9000-ഓളം മനുഷ്യരാണ് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ പിടഞ്ഞു വീണു മരിച്ചത്. വളരെ സങ്കടകരമായുള്ള അവസ്ഥയായിരുന്നു അത്. അങ്ങനെ നാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നു. നെമഡിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടം. ആ ദുരന്തത്തിന്റെ ചാരത്തിൽ നിന്നാണ് നെമഡിന്റെ നേതൃത്വത്തിലുള്ള അടുത്ത സമൂഹം അവിടെ എത്തുന്നത്. വിധി എന്താണെന്നറിയാതെ ഒരുപാട് വലിയ സ്വപ്നങ്ങളുമായി വന്നവരായിരുന്നു അവർ. അവർക്കിതിനായി കൊടുക്കേണ്ടി വന്ന വില ചില്ലറയായിരുന്നില്ല. 34 കപ്പലുകളിലായി യാത്ര തിരിച്ച ആ സംഘത്തെ കാത്തിരുന്നത് അലറിയടിക്കുന്ന സമുദ്രത്തിന്റെ വലിയൊരു കോപമാണ്. നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? 33 കപ്പലുകളും സമുദ്രം വിഴുങ്ങി.
ഒടുവിൽ അവശേഷിച്ച ഒരേയൊരു കപ്പലിൽ തീർത്തും അവശരായ കുറച്ചുപേർ മാത്രം ആ തീരത്ത് വന്നടിഞ്ഞു. ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് തകർന്ന മനസ്സുമായി അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടി വന്ന ആ മനുഷ്യരുടെ വേദന ശരിക്കും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ കോട്ടകൾ നിർമ്മിച്ചു, പുതിയ ജീവിതം തുടങ്ങി. ഫോമോറിയൻസ് വീണ്ടും ഇവരെ അടിമകളാക്കാൻ വന്നപ്പോൾ നെമഡിന്റെ സൈന്യം അതിശക്തമായി തിരിച്ചടിച്ചു. ടോറി ദ്വീപിലെ ഫോമോറിയൻ കോട്ട തകർത്ത് അവരുടെ രാജാവായ കൊനാൻഡിനെ കൊന്നൊടുക്കിയ നിമിഷം അയർലാൻഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. പക്ഷേ അവരുടെ ആ സന്തോഷത്തിന് കേവലം നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ പാർത്ഥലോണിന്റെ സമൂഹത്തെ ഇല്ലാതാക്കിയ അതേ ദുരന്തം, അതേ മാരകമായ പകർച്ചവ്യാധി വീണ്ടും തിരിച്ചെത്തി. അതിജീവിച്ച ചുരുക്കം ചിലരെ തിരിച്ചെത്തിയ ഫോമോറിയൻസ് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറിച്ചു വരഞ്ഞു. ചരിത്രം വീണ്ടും ആവർത്തിച്ചു. 5ാമത്തെ ഭാഗം ഫിർബോൾഗ് അയർലൻഡ് സ്വന്തമാക്കുന്നു. നെമഡിന്റെ പരാജയത്തിനു ശേഷം പലയിടങ്ങളിലായി ചിതറിപ്പോയവരിൽ ഒരു കൂട്ടർ പിന്നീട് ഐറിഷ് ചരിത്രത്തിന്റെ തന്നെ ഗതി മാറ്റിമറിച്ചു. കടുത്ത യാതനകളിലൂടെ കടന്നുപോയ അവരാണ് ഫിർബോൾഗ് എന്നറിയപ്പെട്ടത്. ഗ്രീസിൽ അടിമകളായി ജീവിക്കേണ്ടി വന്നവർ, അവർക്കവിടെ വലിയ കല്ലും മണ്ണുമൊക്കെ ചുമക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവർക്ക് ഭാണ്ഡം ചുമക്കുന്ന മനുഷ്യർ അഥവാ ഫിർബോൾഗ് എന്ന പേര് തന്നെ കിട്ടുന്നത്. ഈ കഠിനമായ അടിമത്തവും ദുരിതങ്ങളും അവരെ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന മനുഷ്യരാക്കി മാറ്റി. തങ്ങളുടെ പൂർവികരുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ 5 കപ്പലുകളിലായി അവർ മടങ്ങിവന്നു. അവിടെ എത്തിയ ഉടനെ തങ്ങൾക്കിടയിൽ ഒരു അധികാരതർക്കം ഉണ്ടാകാതിരിക്കാൻ അവർ ആ ഭൂമിയെ 5 തുല്യ പ്രവിശ്യകളായി തിരിച്ചു. ഈ വിഭജനമാണ് ഇന്നും നമ്മൾ കാണുന്ന അയർലൻഡിലെ കൊണാട്ട്, ലേൺസ്റ്റർ, മൺസ്റ്റർ, അൾസ്റ്റർ, മീത്ത് എന്നീ പ്രവിശ്യകളുടെ അടിസ്ഥാനം. ഇതൊക്കെ ഇന്നത്തെ കാലത്തും എത്രത്തോളം പ്രസക്തമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ വളരെ സുസ്ഥിരമായൊരു സമൂഹം അവർ ഒടുവിൽ അവിടെ സൃഷ്ടിച്ചെടുത്തു. നമ്മൾ അവസാനത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. 6ാമത്തെ ഭാഗം, ദേവന്മാരുടെ വരവ്. ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ സമാധാനത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം ആകാശം ഇരുണ്ടു. ദുരൂഹമായ ഒരു കാറ്റിൽ തുവാദ ഡേ ഡാനൻ എന്നൊരു വിഭാഗം എത്തിയതോടെ അയർലൻഡിന്റെ ചരിത്രം വീണ്ടും മാറിമറിഞ്ഞു. ആ ദ്വീപിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത കാണിക്കാൻ കരയിലെത്തിയ ഉടൻ തന്നെ അവർ സ്വന്തം കപ്പലുകൾ കത്തിച്ച് ചാമ്പലാക്കി. ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് കഷ്ടപ്പാടുകൾ കൊണ്ടും വിയർപ്പുകൊണ്ടും ആ ഭൂമിയെ വാർത്തെടുത്ത ഫിർബോൾഗുകൾ, മറുവശത്തോ തിളങ്ങുന്ന മാന്ത്രികതയും ദിവ്യായുധങ്ങളുമായി വന്ന തുവാദ ഡേ ഡാനൻ എന്ന ദേവന്മാർ. ഈ പുതിയ കൂട്ടർ സാധാരണക്കാരായിരുന്നില്ല. അവരുടെ കയ്യിൽ അത്യന്തം അപകടകാരിയായ നുവാഡയുടെ വാളും ലക്ഷ്യം തെറ്റാത്ത ലൂഗിന്റെ കുന്തവും പോലെയുള്ള മാന്ത്രിക ആയുധങ്ങളുണ്ടായിരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരും ആകാശത്ത് നിറങ്ങിവന്ന മാന്ത്രിക ദേവന്മാരും തമ്മിലുള്ള ഈ അന്തരമാണ് വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചത്. ഈയൊരു പട്ടിക നോക്കിയാൽ ഇതുവരെയുള്ള ചരിത്രം നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. ഇതൊരു വലിയ ചാക്രികമായ ഇതിഹാസമാണ്. ഒരു വലിയ കല്ല് കുന്നിന് മുകളിലേക്ക് ഉരുട്ടിക്കയറ്റുന്നതുപോലെ ഓരോ സമൂഹവും ആ ഭൂമിയെ മെരുക്കാൻ ശ്രമിച്ചു. കെസർ മുതൽ ഫിർബോൾഗ് വരെ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം കൊടുത്ത് നേടിയെടുത്ത നേട്ടങ്ങൾ പകർച്ചവ്യാധികളോ പ്രകൃതിക്ഷോഭങ്ങളോ വന്നോ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതാക്കി. ഒടുവിൽ ഫിർബോൾഗുകൾ ഒരു സുസ്ഥിരമായ ഭരണം അവിടെ സ്ഥാപിച്ചപ്പോഴേക്കും ദേവന്മാരെന്ന പുതിയൊരു ഭീഷണിയായതു മാറി. സമാധാനപരമായി ഭൂമി പകുത്തു നൽകാമെന്നൊരു ഓഫറാണ് ദേവന്മാർ ആദ്യം മുന്നോട്ടുവെച്ചത്. എന്നാൽ ഫിർബോൾഗ് രാജാവായ ഈക്കാർഡ് മാക്കർ അത് തീർത്തും നിരസിച്ചു. അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളോളം അടിമകളായി കഷ്ടപ്പെട്ട് സ്വന്തം രക്തവും വിയർപ്പും ചിന്തി ഒരു സ്വർഗമാക്കി മാറ്റിയ തങ്ങളുടെ സ്വന്തം മണ്ണ് എവിടുനിന്നോ വന്ന കുറച്ചുപേർക്ക് പകുത്തു നൽകുക, അതവർക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത വലിയൊരു അപമാനമായിരുന്നു. ഈ ഒരൊറ്റ തീരുമാനമാണ് ചരിത്രം മാറ്റിയെഴുതിയ 1-ാം മൊയ്ത്തൂറ യുദ്ധത്തിന് കാരണമായത്. ആ യുദ്ധം അനിവാര്യമായിരുന്നു. നമ്മുടെ ഈ അന്വേഷണം നമ്മളിവിടെ തൽക്കാലം നിർത്തുകയാണ്. എന്നാൽ അവസാനമായി വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ പുണ്യഭൂമിയുടെ യഥാർത്ഥ അവകാശി ആരാണ്? പ്രതിസന്ധികളെയും രോഗങ്ങളെയും അതിജീവിച്ച് ആ മണ്ണിനെ മെരുകിയെടുക്കാൻ രക്തം ചിന്തിയ മനുഷ്യരോ, അതോ ആ ഭൂമിയുടെ മാന്ത്രികതയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആകാശത്തുനിന്നും വന്ന ദിവ്യശക്തികളോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? വരും ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. വീണ്ടും കാണാം.